മാറുന്ന ലോകത്ത് അതിവേഗം വളരുന്ന ഒരു ശൃംഖലയാണ് ടാറ്റു മേഖല. എന്നാൽ നമ്മൾ അറിയേണ്ട ചില സത്യങ്ങളുണ്ട്, വിളിച്ചു വരുത്തുന്ന അപകടങ്ങളുണ്ട്, എടുക്കേണ്ട മുൻകരുതലുകളുണ്ട്. ടാറ്റു രംഗത്ത് പുതിയ പാത ഒരുക്കിയ കൊച്ചിയിലെ ഇൻസ്റ്റൈൽ ടാറ്റു സ്റ്റുഡിയോ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഹായ്, ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് സാബു ബിഹാഫ് ഓഫ് മിഡാസ്. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളൊരു ടാറ്റുവിനെ കുറിച്ചിട്ട് ഒത്തിരി ആളുകൾ സംശയം ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടാറ്റുവിങ് വളരെ ജെന്യുവിനായ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ നമ്മുടെ കലൂരുള്ള ഇൻസ്റ്റൈൽ ടാറ്റു സ്റ്റുഡിയോയിലേക്ക് അതിൻ്റെ ഓണർ വിനീഷിനെ വിളിക്കുകയും ഇന്ന് അവർ ഫ്രീ ആണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ വൈകിയ വേളയിലേക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയത്. ഇന്ന് കേരളത്തിൽ തന്നെയുള്ളതിൽ ഏറ്റവും ഒരു വലിയ ടാറ്റു സ്റ്റുഡിയോ വിത്ത് ട്രെയിനിങ് സെൻ്ററാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇവിടെ പഠിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ കാര്യങ്ങൾ ടാറ്റുവിനെ കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും ദൂരീകരിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് നമുക്കിവിടെ ഉണ്ട്. ടാറ്റു ചെയ്യുന്ന ആളും ടാറ്റു ചെയ്യുന്ന ആർട്ടിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തന്നെ എനിക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ തന്നെ നമ്മുടെ ആസാമിൽ നടന്ന ഒരു ഇൻ്റർനാഷണൽ ടാറ്റു ഫെസ്റ്റിവലിൽ ഫസ്റ്റ് റണ്ണറപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് താമസം എടുത്തത്. അദ്ദേഹം മത്സരത്തിന് പോകുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു കുറച്ച് ഈ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ താമസം വന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്കിന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേഖലയിലുള്ള സംശയങ്ങൾ എല്ലാം ദൂരീകരിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇതാണ് വിനീഷ്, ഒരു ഓണർ. ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ണർ കുൽദീപ്. ഇദ്ദേഹമാണ് ടാറ്റു ആർട്ടിസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിനീഷിൻ്റെ ഇൻസ്റ്റൈൽ സ്റ്റുഡിയോനെ കുറിച്ചിട്ട്, ടാറ്റു സ്റ്റുഡിയോനെ കുറിച്ചിട്ട് ചെറിയൊരു ഐഡിയ ആളുകൾക്ക് കൊടുക്കാം. ഇൻസ്റ്റൈൽ ടാറ്റു സ്റ്റുഡിയോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 2018 കാക്കനാട് ഇൻഫോ പാർക്കിലാണ് നമ്മൾ ആദ്യത്തെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം നമ്മൾ അടുത്ത ബ്രാഞ്ച് കടവന്ത്രയിലും അതിനുശേഷം ആലുവയിലുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഇൻസ്റ്റൈലിൻ്റെ 4ാമത്തെ ടാറ്റു സ്റ്റുഡിയോയുടെ ബ്രാഞ്ചാണ്. കലൂർ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ ടാറ്റുവിങ് മാത്രമല്ല, ടാറ്റു ട്രെയിനിങ്ങും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ള സ്റ്റുഡൻസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതാണ് മേജറായിട്ട് ഇവിടെ ഇൻസ്റ്റൽ ടാറ്റു സ്റ്റുഡിയോയുടെ ബ്രാഞ്ച് കലൂരിലുള്ളത് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ കലൂർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മിസ്റ്റർ കുൽദീപ്, നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റ്, നമ്മളോട് ഇൻസ്റ്റൽ ടാറ്റു സ്റ്റുഡിയോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ പാർട്ട്ണറായിട്ട് നമ്മളിവിടെ കലൂരിലെ പുതിയ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. കലൂരിലെ നമ്മുടെ ബ്രാഞ്ചിൽ നമ്മുടെ മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ കുൽദീപാണ്. പുള്ളി എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു. അങ്ങനെ വർക്കിംഗ് പാർട്ട്ണറായിട്ട് ഇൻസ്റ്റൈൽ ടാറ്റു സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം ഏകദേശം 6-7 വർഷത്തോളം ആർട്ടിസ്റ്റായിട്ട് പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ പുള്ളി ടാറ്റു കോഴ്സ് ഇന്ത്യയിലെയും വേൾഡ് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടാറ്റു സ്റ്റുഡിയോ ടാറ്റു സ്കൂളായിട്ടുള്ള ഏലിയൻ ടാറ്റു സ്റ്റുഡിയോ ഒന്ന് പ്രൊഫഷണലായിട്ടുള്ള കോഴ്സ് പഠിക്കുകയും അങ്ങനെ ഇൻസ്റ്റൈൽ ടാറ്റു സ്റ്റുഡിയോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മളിപ്പം റീസെൻ്റ്ലി ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ടാറ്റുവിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതെങ്ങനെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് കുൽദീപ് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ കുൽദീപ് കൃഷ്ണ, കാസർഗോഡാണ്. ആക്ച്വലി ഞാൻ ടാറ്റുവിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 6 മാസം മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് ഞാൻ ആർട്ടിസ്റ്റായിരുന്നു. ഞാൻ മുംബൈ പോയി ടാറ്റു പഠിച്ചു. എൻ്റെ ഗുരു എന്ന് പറയുന്നത് സണ്ണി വാണിസാരിയാണ്. അങ്ങനെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടാറ്റു ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരൻ. അവിടെ പോയി ടാറ്റു പഠിച്ച് 3 മാസം കോഴ്സ് കഴിഞ്ഞ് വന്ന് അതിനുശേഷം ഇവിടെ സ്റ്റുഡിയോ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ ഇപ്പോൾ സാബുചേട്ടൻ എന്ന് പറഞ്ഞത് വെച്ച് നമുക്ക് ടാറ്റുവിനെ പറ്റി, കാരണം ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ചില ആൾക്കാർക്ക് അറിയില്ല അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ ദോഷങ്ങൾ എന്താണ്, അതെങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ടിങ് ചെയ്യാൻ കാരണം. അപ്പോൾ നമുക്ക് ടാറ്റുവിനെ കുറിച്ചിട്ടുള്ള കുറേ സംശയങ്ങൾ നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് എന്താണ് ശരിക്കുള്ള ടാറ്റുവിങ് എന്താണ്? ടാറ്റുവിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആർട്ട് തന്നെയാണ്. നമ്മൾ എന്താ പറയുക, ഇപ്പോഴല്ല, ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ശരിക്കും പറഞ്ഞാൽ ചെയ്തു വരുന്ന ഒരു ഇത് തന്നെയാണ്, ആർട്ട് തന്നെയാണ് ടാറ്റു എന്നുള്ളത്. ശരിക്കും നമ്മളിപ്പോൾ കേരളത്തിൽ ഏകദേശം കുറച്ച് വർഷങ്ങളായുള്ളൂ ടാറ്റു ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് എന്താണെന്ന് ശരിക്കും അറിയില്ല. ടാറ്റു എന്താണ്, ടാറ്റു ഇത് എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊന്നും ശരിക്കും അറിയില്ല. അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ പല ആൾക്കാർക്കും സംഭവിക്കുന്നുള്ളത്. കാരണം നമുക്ക് ഇവിടെ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ പറയാറുണ്ട്, കാരണം സ്കിന്ന് ഡാമേജ് ആയി, അല്ലെങ്കിൽ അവർ കവറപ്പിന് വരാറുണ്ട്, അല്ലെങ്കിൽ ഇത് മാറ്റി നമുക്ക് വേറെ ടാറ്റു ചെയ്യോ, അല്ലെങ്കിൽ ടാറ്റു റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം പല ആൾക്കാർക്കും ടാറ്റു ചെയ്താൽ മതി എന്ന് വെച്ചിട്ട് അവർ ടാറ്റു ചെയ്യുന്ന ആഗ്രഹം കൊണ്ട് അവർ എത്തിപ്പെടുന്നത് വെറും എന്താ പറയുക, വെറും ചിലപ്പോൾ ഫ്രീലാൻസർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാർ കൂടെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നമ്മൾ കെയർ ചെയ്യുന്ന നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവുക ചെയ്യുന്നുള്ളത്. കാരണം എനിക്കറിയാൻ പറ്റും, കാരണം ഞാൻ ടാറ്റു പഠിച്ചത് ഏകദേശം 3 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ പഠിച്ച എൻ്റെ ഈ എഡ്യൂക്കേഷനും അതുകൊണ്ട് തന്നെ ഒന്നും പഠിക്കാണ്ട് വെറുതെ ടാറ്റു മെഷീൻ വാങ്ങിച്ച് യൂട്യൂബ് നോക്കി ടാറ്റു ചെയ്യുന്ന ആൾക്കാരെ ആ ഒരു എഡ്യൂക്കേഷൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഈ 3 മാസം ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ എന്നുള്ളത് 100% പ്രാക്ടീസാണ്. ആ പ്രാക്ടീസാണ് നമ്മൾ ഒരാളെ ബിൽഡ് ചെയ്യുന്നുള്ളത്, ടാറ്റു ആർട്ടിസ്റ്റ്. കാരണം നമ്മളൊരു സ്കിന്നിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഏത് സ്കിന്നിൽ ലെയറിൽ അതിൻ്റെ മുകളിൽ കളിക്കണം, അതിൻ്റെ അകത്തോട്ട് നീഡിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സൂചി ഒരുപാട് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഡാമേജ് ആയി പോവുക ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാർക്ക് ഇത് അറിയില്ല എന്താണെന്നുള്ളത്. അതുകൊണ്ട് ടാറ്റു ചെയ്യുന്ന സമയത്ത് 100% ഒരു സ്റ്റുഡിയോൻ്റെ പേര് നോക്കിയിട്ടല്ല പോകേണ്ടത്. ആ സ്റ്റുഡിയോൻ്റെ പേര് നോക്കുന്നതിന് കൂടെ തന്നെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റ് നോക്കുക, ആർട്ടിസ്റ്റിൻ്റെ വർക്ക് നോക്കുക, എന്നിട്ട് വേണം ടാറ്റു ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. ശരിക്കും നമ്മുടെ ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഒരു ഇങ്കിനെ ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ വരുന്ന ഒരു കസ്റ്റമർക്ക് ഇതിനെക്കുറിച്ച് കുറേ സംശയങ്ങളുണ്ടാവും. ഇത് വേദന എടുക്കുമോ, ഇതിൻ്റെ ഹൈജീനിക് സൈഡ്, ഇത് ചെയ്താൽ ഇതിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ എല്ലാവരും സംശയാലുകളാണ്. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഇപ്പോൾ ഒരു സാധാരണ ക്ലയൻറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ ആ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്ന, അത്യാവശ്യം ചിലപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അതൊക്കെ ഏതൊക്കെയാണ് നല്ല ബ്രാൻഡുകൾ, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കുൽദീപ് പറയാം. കാരണം ഇപ്പോൾ സാബുചേട്ടൻ ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ള സെയിം ഡൗട്ട് തന്നെയാണ് ഈ സാധനം എന്നുള്ളത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റി എന്താണെന്നുള്ളത്. കാരണം പല ആൾക്കാർക്ക് അറിയില്ല ടാറ്റുവിൻ്റെ ഹൈജീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. കാരണം നമുക്കറിയാൻ പറ്റും പല സ്കിൻ ഇൻഫെക്ഷനും നമുക്കറിയാൻ പറ്റും. കാരണം ഇത് പല സ്ഥലത്തും ലോക്കലായിട്ട് ടാറ്റു ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്നതോട് സംഭവിക്കുന്നത് വെച്ചാൽ സ്കിൻ ഇൻഫെക്ഷൻ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സാധനമാണ് ടാറ്റു എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഹൈജീൻ എന്നുള്ള 100% ഞങ്ങൾ കൊടുക്കുന്നതിന് എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും.
കാരണം നമ്മൾ ടാറ്റു ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നീഡിലായാലും ശരി എന്താ വെച്ചാൽ വൺ ടൈമാണ്. അത് ഒരാൾക്ക് ഇന്ന് ടാറ്റു ചെയ്തു അതേ ആൾക്ക് നാളെ ടാറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉപയോഗിച്ച് നീഡിലല്ല നാളെ ഉപയോഗിക്കാൻ നിൽക്കുന്നുള്ളത്. ആ നീഡിൽ ഒരൊറ്റ ദിവസം ഉപയോഗിച്ച് നമ്മളത് വേസ്റ്റിൽ കളയുക ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ക് എന്ന് പറയുന്നത് USA ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇങ്കാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്. അത് ഇങ്ക് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലും കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. കാരണം നമ്മൾ ഇവിടുന്ന് ലോക്കലായിട്ട് വാങ്ങിക്കുന്ന സാധനമല്ല അത്. അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ അത്രയും ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ വർക്കും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഈ സ്കിന്ന് വരുന്ന ഒരാളുടെ ആദ്യം പരിശോധിക്കേണ്ടതായ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഈ മേഖലയിലുണ്ടോ? വരുന്ന ഒരാളുടെ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ബ്യൂട്ടീഷ്യൻ മേഖലയിലാണെങ്കിൽ ഡ്രൈ സ്കിന്നാണോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണോ ഇങ്ങനെയൊക്കെ നോക്കും. നമ്മൾ ടാറ്റു ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ? പിന്നെ അതിൻ്റെ ഒരു ഹൈജീനിക് സൈഡ് എങ്ങനെയാണ് ഇപ്പോൾ വരുന്ന ഒരു ക്ലയൻറ്റിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്? പിന്നെ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ സംസാരിച്ചപ്പോഴേക്ക് പറഞ്ഞിരുന്നത് എന്തൊരു ഫോം എഴുതി മേടിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇത് എല്ലായിടത്തും ഉണ്ടോ? അതാണോ അതിൻ്റെ ഒരു പ്രൊഫഷണൽ വേ എന്നുള്ളതൊക്കെ ഈ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ മനസ്സിലാകും ഒരു യഥാർത്ഥത്തിലുള്ള ടാറ്റു സ്റ്റുഡിയോ എന്താണ് അവിടുത്തെ പ്രൊസീജിയർ. ശരിയാണ്. എന്താ വെച്ചാൽ അതിൽ കാരണം പല ആൾക്കാർക്ക് അറിയാത്ത സംഭവം തന്നെയാണ് ഇത് അറിയുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഒരാൾ വരുന്ന സമയത്ത് അവരെ സ്കിൻ എന്താണ് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ സ്കിന്നിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ രീതികൾ മാറ്റാറുണ്ട്. കാരണം ചില ആൾക്കാരുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചില ആൾക്കാരുടെ സ്കിൻ ഇപ്പോൾ നല്ല ഹാർഡായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു ആർട്ടിസ്റ്റിന് അത് സ്കിന്ന് തൊട്ടാൽ മനസ്സിലാവും ആ സ്കിൻ എന്താണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടാറ്റുവിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയുക, ചിലപ്പോൾ ഇങ്കിൻ്റെ ക്വാളിറ്റി അല്ല ഇങ്കിൻ്റെ കളർ മാറ്റും. ഇപ്പോൾ ബ്ലാക്ക് സ്കിന്നിൽ ചെയ്യുന്ന സെയിം ഇതെല്ലാം നമ്മൾ നല്ല വൈറ്റ് സ്കിന്നിൽ ചെയ്യാം. കാരണം ചില ഗ്രേഡിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റാറുണ്ട്. അത് ആർട്ടിസ്റ്റിന് മാത്രം അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ സാബുചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു കൺസൾട്ട് ഫോം നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അവിടെ നമ്മൾ വരുന്ന സമയത്ത് ഇതിനൊരു ഫോം ഉണ്ട്, കൺസൾട്ട് ഫോം. എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിനോട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നീട് നമുക്ക് എന്താ ഇതിൻ്റെ 100% നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കൊടുത്തു എന്നുള്ളൊരു ഇതിനുവേണ്ടി നമ്മൾ വാങ്ങിക്കുന്നതാണത്. അടുത്തായിട്ട് നമ്മളിപ്പോൾ ഈ കളറിങ് ടാറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ പറ്റുമോ? പലരും ചോദിക്കാറുണ്ട് കളറിങ് ടാറ്റു അത് തമ്മിൽ എന്താണ് അതിൻ്റെ വ്യത്യാസം? ഉപയോഗിക്കുന്ന ഇങ്കിൻ്റെ വ്യത്യാസമാണോ അതെയോ? അത്രേ ഉള്ളൂ. കളർ ടാറ്റു പറയുന്നുള്ളത് ഇങ്കിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്കിൻ്റെ കളറിൻ്റെ വ്യത്യാസം മാത്രം. ഇപ്പം നമ്മൾ പെൻസിലിൽ ചെയ്യുന്ന സമയത്ത് അത് സെയിം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരിക, കളറിൽ ചെയ്യുന്ന സമയത്ത് കളറാവുന്നു, അത്രേ ഉള്ളൂ. കാരണം ടാറ്റുവിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഇന്ത്യൻ സ്കിന്നിൽ നമ്മൾ കളർ ടാറ്റു ചെയ്യുന്നത് മാക്സിമം ആൾക്കാർ കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അത്രയും വൈറ്റ് സ്കിന്നല്ല. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല കളർ ടാറ്റു ഒക്കെ ചെയ്തു വരുന്നുണ്ട്. കാരണം അത്രയും നല്ല ഒരു ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് കളർ ടാറ്റുവിൽ. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം നമുക്ക് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടാറ്റു ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അതിനെ എങ്ങനെ കെയർ ചെയ്യണം? അത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രൊഫഷണൽ മേഖലയാണ്, ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടി ഉപയോഗിക്കാൻ പർട്ടിക്കുലർ ഷാമ്പുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഇത്ര നാളത്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും അതിന് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം സാബുചേട്ടൻ ചോദിച്ചത്. എന്താ വെച്ചാൽ ചില ആൾക്കാർ ഇപ്പോൾ ടാറ്റു ചെയ്തിട്ട് എവിടെ നിന്നൊക്കെ ടാറ്റു ചെയ്ത് അവർ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് ഇവിടെ വരാറുണ്ട്. ചേട്ടാ അവൻ്റെ കളർ ഫെയ്ഡായിപ്പോയി അല്ലെങ്കിൽ കളർ മങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റുവിൻ്റെ കെയറിങ് ആണ്. കാരണം പല ആൾക്കാർക്ക് അറിയില്ല ഇതെങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മൾ ടാറ്റു ചെയ്യുന്ന സമയം നമ്മൾ ഫസ്റ്റ് ഒരു 7 days കെയറിങ് ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. 7 days നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മദ്യം. ഈ 2 സാധനങ്ങൾ നമ്മൾ ടാറ്റു ചെയ്യുന്ന സമയത്ത് ഒരാഴ്ചത്തേക്ക് നമ്മൾ 100% നമ്മളത് ഒഴിവാക്കാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 45 days എന്ന് പറയുന്നത് ടാറ്റുവിൻ്റെ ഹീലിംഗ് ടൈമാണ്. ആ ഹീലിംഗ് ടൈം നമ്മൾ ഉപയോഗിക്കേണ്ട ക്രീമുകളും അത് പല ആൾക്കാരും പുറത്തുനിന്നൊക്കെ പോയി സെബോളി വാങ്ങിച്ച് തേക്കുക, ഒരുപാട് ക്രീമൊക്കെ വാങ്ങിച്ച് തേക്കാറുണ്ട്. കാരണം ആൾക്കാർക്ക് അറിയില്ല ഒരു ഹീലിംഗ് ടൈമിന് നമ്മൾ എന്ത് ക്രീമാണ് തേക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരുടെ സ്കിന്നും ഡാമേജ് ആയിപ്പോൾ അല്ലെങ്കിൽ ടാറ്റു ഫെയ്ഡായി പോകുന്ന മെയിൻ റീസൺ അതാണ്. കാരണം നമ്മളിവിടെ കൊടുക്കുന്ന ക്രീം പറയുന്നത് 100% ടാറ്റു ഹീലാകാൻ വേണ്ടി കൊടുക്കുന്ന ക്രീമാണ്. അതുപോലെ തന്നെ ടാറ്റു ഒരിക്കലും ഫെയ്ഡാവുന്നല്ല, ടാറ്റുവിൻ്റെ കെയറിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സോപ്പ് ഉപയോഗിക്കേണ്ട ഒരു 45 days അല്ലെങ്കിൽ 2 months ടാറ്റുവിന് ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ആ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് കാരണം കെമിക്കലാണ്, അതുകൊണ്ട് ഫെയ്ഡാവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ്, ഒരിക്കലും സൂര്യപ്രകാശം ഡയറക്റ്റ് നമ്മൾ ടാറ്റു ചെയ്തിട്ട് ഒരു 45 days ഡയറക്റ്റ് സ്കിന്നിൽ തട്ടാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ തട്ടുന്ന സമയത്ത് സ്കിന്ന് കളർ ഫെയ്ഡാവാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹൈജീനിക് വശം ഇപ്പോൾ നമുക്ക് തന്നെ കാണാം. ഇപ്പോൾ ഞങ്ങളുടെ മിഡാസിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ നോർത്ത് ഇന്ത്യൻസൊക്കെ വന്നിരുന്നിട്ട്
വെറുതെ ഒരാളുടെ പുറയിൽ നിന്ന് ഒരാളുടെ പുറയിലേക്ക് ടാറ്റു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഹൈജീനിക് സൈഡ്, അതിൻ്റെ ഒരു അപകടം എത്രത്തോളം ഉണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം, ശരിക്കും ഇതിൻ്റെ ഒരു ഹൈജീനിക് സൈഡ് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? കാരണം ഇത് തന്നെയാണ് എന്താ വെച്ചാൽ ഹൈജീൻ നമ്മൾ പറഞ്ഞില്ല, നമ്മളിവിടെ കൊടുക്കുന്ന 100% ഹൈജീൻ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നാലല്ല മനസ്സിലാവുക. നമ്മളിപ്പോൾ പുറത്ത് പോയി കാരണം ഇവിടെ എന്നോട് 2 ദിവസം മുന്നേ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഇവിടുന്ന് ഞാനൊരു വർക്ക് ചെയ്ത് വിട്ടാണ്. ഇതേപോലെ ചേട്ടൻ പറഞ്ഞ പോലെ മിഡാസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവർ അവിടെ നിന്ന് നോക്കി. കാരണം വർക്ക് ചെയ്യുന്ന കാരണം അവർ ഉപയോഗിക്കുന്ന ഒരു കാരണം ഇങ്കായാലും ശരി, അവർ സൂചി നീഡിലാണ് ആയാലും ശരി, എല്ലാം ഒരാൾക്ക് സെയിം ഉപയോഗിക്കുക. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ, അത്രയും നെഗറ്റീവായിട്ടുള്ള സംഭവം. അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ 100% സ്കിൻ ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാരണം അത്രയും ഡാമേജ് ആവുക ചെയ്യുക സ്കിന്ന്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ പുറത്ത് പോയിട്ട് മാക്സിമം ചെയ്യാണ്ടിരിക്കുക. കാരണം ലോക്കലാണ് നമ്മൾ ടാറ്റു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് കൊണ്ടെടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഒരിക്കലും ടാറ്റു എന്നുള്ളത് പുറത്ത് അത്രയും ലോക്കലിൻ്റെ അടുത്ത് പോയി മാക്സിമം ചെയ്യാണ്ടിരിക്കുക. അതിനെപ്പറ്റി ശരിക്കും അന്വേഷിച്ച് ആ സ്റ്റുഡിയോനെ പറ്റിയും അതിൻ്റെ ആർട്ടിസ്റ്റിനെ പറ്റിയൊക്കെ അന്വേഷിച്ച് അവരുടെ ഹീലിങ്ങിൻ്റെ വർക്കൊക്കെ നോക്കി 100% അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ടാറ്റു ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മളുടെ ഈ പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഐബ്രോ ടാറ്റൂയിങ്. ശരിക്കും ഈ ഐബ്രോ ടാറ്റൂയിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? അതുണ്ടെങ്കിൽ തന്നെ അത് ചെയ്യുന്നത് പ്രൊഫഷണലി നിങ്ങളെ സംബന്ധിച്ച് ഇത്രത്തോളം അറിയുന്ന ഒരു ടാറ്റു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഈ ഐബ്രോ ടാറ്റൂയിങ് ശരിക്കും നല്ലതാണോ? അതിൻ്റെ ഒരു പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട്? പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ ഈ ഐബ്രോയിൽ ചെയ്യുന്ന മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലത്, ഇത് തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം ഇത് ഒരുപാട് ഇവിടെ എൻക്വയറി വരുന്ന സംഭവം തന്നെയാണ് ഐബ്രോ ടാറ്റു എന്നുള്ളത്. കാരണം നമുക്ക് ഐബ്രോ ടാറ്റു ചെയ്യാൻ അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല നമ്മൾ ഇതുവരെ 100% നമ്മൾ ഒരാൾക്കും ഐബ്രോ ടാറ്റു നമ്മൾ ചെയ്ത് കൊടുത്തില്ല. എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോയിൽ ഒരിക്കലും നമുക്ക് ടാറ്റു ചെയ്യാൻ പാടില്ല, ടാറ്റു മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല. അതിന് 100% ചെയ്യുന്ന സാധനം തന്നെയാണ് ഇപ്പോൾ സാബു ചേട്ടൻ പറഞ്ഞത് മൈക്രോ ബ്ലേഡിംഗ് എന്നുള്ളത്. കാരണം അതിൻ്റെ ബ്ലേഡും അതിന് ഉപയോഗിക്കുന്ന ഇങ്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ പിരികം വരക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഉണ്ടാക്കിയ മെഷീനാണ്. ടാറ്റു എന്നുള്ളത് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മളിപ്പോൾ ടാറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഹെയറൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ടാറ്റു ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടാറ്റു മെഷീൻ ഉപയോഗിച്ച് നമ്മൾ പിരികത്തിന് അല്ലെങ്കിൽ നമ്മൾ ചുണ്ടിനൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഉപയോഗിച്ച 100% ക്വാളിറ്റി നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല നമ്മൾ പിന്നെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ലൈഫ് ലോങ് ആ സാധനം വെച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും വന്നതിനിടയ്ക്ക് ഒന്ന് ഇടപെടണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ലിപ് ടാറ്റൂയിങ് കൂടി പറഞ്ഞല്ലോ, ഈ ലിപ് ടാറ്റൂയിങ് ശരിക്കും അങ്ങനെ ഉള്ളതാണോ? അതിന് എത്രത്തോളം എക്സ്പീരിയൻസ് വേണം? അത് ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അല്ലെങ്കിൽ 1-2 തവണ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ് ലിപ് ടാറ്റൂയിങ്. ലിപ് ടാറ്റു ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാറ്റു മെഷീൻ അല്ല ഉപയോഗിക്കുന്നുള്ളത്. ശരിക്കും ലിപ് ടാറ്റുവിന് ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് അത് അതിൻ്റേതായിട്ട് തന്നെ ഒരു മെഷീൻസ് വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് അതിൻ്റേതായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയവരുടെ അടുത്ത് മാത്രമേ ടാറ്റു ചെയ്യാൻ പാടുള്ളൂ. വെറുതെ ടാറ്റു സ്റ്റുഡിയോ പോയി ലിപ് ടാറ്റു ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഡാമേജ് ആയി പോകാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കത് പിന്നീട് ശരിയാക്കാൻ പറ്റുന്ന സാധനമല്ല അത്. അതുകൊണ്ട് ലിപ് ടാറ്റു എന്നുള്ളത് ചെയ്യാറുണ്ട് ആൾക്കാർ, പക്ഷേ നമുക്കൊരിക്കലും 100% നമുക്കത് ക്വാളിറ്റിയോട് കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ലിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം സെൻസിറ്റീവ് ഒരു സാധനമാണ്. അത് ലേഡീസിനെ സംബന്ധിച്ച് അത്രത്തോളം സൂക്ഷിച്ച് കെയറിട്ട് കൊണ്ടുനടക്കുന്ന സാധനമാണ്. അപ്പൊ അതിലേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതെ 100% അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഇവിടെ എൻക്വയറീസ് വരാറുണ്ട് ലിപ് ടാറ്റും നമ്മളെ ഐബ്രോ ടാറ്റു ഒക്കെ വരാം, പക്ഷെ നമ്മളൊന്നും ചെയ്ത് കൊടുക്കാറില്ല. കാരണം നമ്മൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിഫൈഡ് അല്ല. ഞാൻ മാത്രം നമ്മുടെ ഇവിടെ ആർട്ടിസ്റ്റുമാർ ആരുമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ അതിൻ്റെ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ എഡ്യൂക്കേറ്റഡ് അല്ല. നമ്മൾ മാത്രമല്ല കേരളത്തിൽ എനിക്ക് അറിഞ്ഞൂടാ ആരൊക്കെ ലിപ് ടാറ്റു ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ ലോക്കലായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിവിടുന്ന് ചെയ്ത് കൊടുക്കാറില്ല. എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ അതിന് ക്വാളിഫൈഡ് അല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെടുത്ത് പോയി മാത്രം ചെയ്യേണ്ട സംഭവമാണ് ഐബ്രോ ടാറ്റു എന്നുള്ളത്. കാരണം ഇവിടെ കേരളത്തിൽ നിന്നല്ല ഒരുപാട് ആൾക്കാർ ഐബ്രോ ടാറ്റു ഒക്കെ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം പല ആൾക്കാരുടെ സ്കിന്ന് ഡാമേജ് ആകും, പല ആൾക്കാരെ ഇപ്പോൾ ലിപ്പാണെങ്കിൽ ലിപ്പ് ഡാമേജ് ഒക്കെ ചെയ്യുന്നുള്ളത്. കാരണം അതിൻ്റെ ഹൈ ക്വാളിഫൈഡ് കിട്ടിയ ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഐബ്രോ ടാറ്റു. കാരണം ഐബ്രോ ടാറ്റു അല്ല, അതിന് പറയുന്ന പേര് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറയാം. കാരണം നമ്മളിപ്പോൾ ടാറ്റു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ഐബ്രോ ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല അത്. പക്ഷെ അതിന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മൈക്രോ ബ്ലേഡിംഗ് എന്നുള്ളത് ഒരു ബ്ലേഡാണ്. അത് ശരിക്കും മൈക്രോ ബ്ലേഡ് എന്ന് വെച്ചാൽ നമ്മൾ പിരികത്തിന് വേണ്ടി അതിൻ്റെ ഷേപ്പിനനുസരിച്ച് ഉണ്ടാക്കി അതിൻ്റെ സ്കില്ല് കിട്ടിയവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമ്മൾ ഐബ്രോ ടാറ്റു എന്നുള്ളത്. അതേപോലെ തന്നെ ലിപ് ടാറ്റു. കാരണം നമുക്കറിയാൻ പറ്റും നമ്മൾ അത്രയും കെയർ ചെയ്യുന്ന നമ്മൾ അത്രത്തോളം നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന സാധനം നമ്മൾ ലിപ്പ് എന്നുള്ളത്. കാരണം അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ആ സ്കിന്നിൻ്റെ മുകളിൽ നമുക്ക് ഒരിക്കലും ടാറ്റു മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സംഭവം തന്നെയാണ്
നമ്മൾ അതിൻ്റെ ക്വാളിഫൈഡ് ആണോ എന്നുള്ളത്. കാരണം ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളടുത്ത് പോയി ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ഒരിക്കലും അയച്ചളയാൻ പറ്റുന്ന സാധനമാണത്. കാരണം പല സ്കിൻ ഡാമേജ് ആവും, ചില സമയത്ത് സ്കിൻ ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്, ചില സമയത്ത് ചില ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് പറയുന്നുള്ളത് അതിനെപ്പറ്റി ശരിക്കും അന്വേഷിച്ച് നോക്കുക. അവരെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരെ ക്വാളിറ്റി എന്താണെന്ന് നോക്കുക, എന്നിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫൈഡ് ആയ ആളെടുത്ത് മാത്രം പോയി ചെയ്യേണ്ട സംഭവമാണ് ഐബ്രോ ടാറ്റു, അതുപോലെ തന്നെ ലിപ് ടാറ്റു എന്നുള്ളത്. പിന്നെ അടുത്തത് പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ ടാറ്റു ചെയ്യുമ്പോൾ വേദന എടുക്കുമെന്നുള്ളത്. എല്ലാവരും ടാറ്റു ചെയ്യുന്നത് കുറച്ച് പുറകോട്ട് പോകുന്നതിന് കാരണം അതാണ്, ടാറ്റു ചെയ്യുമ്പോൾ വേദന എടുക്കുന്നത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? കാരണം വേദന എടുക്കും. നമ്മൾ പറയാറുണ്ട് ഒരു ചെറിയൊരു പ്രോബ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ പെയിൻ നോ ഗെയിൻ എന്നുള്ളത്. കാരണം അതന്നെയാണ് ടാറ്റു എന്നുള്ളത്, വേദന തന്നെയാണ്. കാരണം വേദന എടുക്കില്ല ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സൂചി എടുത്ത് നമ്മൾ സ്കിന്നിൽ കുത്തുന്ന സമയത്ത് വേദന എടുക്കാറുണ്ട്, ഒരു കൊതു കുത്തുന്ന സമയത്ത് വേദന എടുക്കാറുണ്ട്. അതന്നെയാണ് സംഭവം. നമ്മൾ ടാറ്റു ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ട്, പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അല്ല. നമുക്കിപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമുക്കൊരു ടാറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കതിനൊരു ഹിസ്റ്ററിയാണ് ടാറ്റു. ഇപ്പോൾ നമ്മളൊരു ഞാൻ എൻ്റെ അമ്മേരെ ടാറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു കാരണങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ടാറ്റു വെറുതെ പോയി ഒരാൾ ടാറ്റു ചെയ്യുന്നല്ലോ, നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് നോക്കി നമ്മൾ എന്തുകൊണ്ടാണ് ടാറ്റു ചെയ്യുന്നുള്ളത്, നമുക്കത് വേണമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതിന് ഉണ്ടാകുന്ന വേദന എന്നുള്ളത് നമ്മളാരും ഇഷ്ടമാണ്, ഒരു പെയിൻഫുൾ എന്നുള്ള നമ്മളൊരു ഡെലിവറി പോലത്തെ സംഭവമാണ് ടാറ്റു എന്നുള്ളത്. ചെയ്യുന്ന സമയത്ത് ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, പക്ഷേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് അത് നമുക്ക് എന്നും കിട്ടണം. ഞാനിപ്പോൾ ഈ ടാറ്റു ചെയ്തിട്ട് ഏകദേശം ഒരു 6-8 മാസമായി, പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് എവിടെ പോകുമ്പോഴും എനിക്ക് അത് കാണുന്ന സമയത്ത് നമുക്കത് കിട്ടാറുണ്ട്. കാരണം ചെയ്യുന്ന സമയത്ത് 2 ദിവസം ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു, പക്ഷേ പിന്നീട് നമുക്കത് എന്താ പറയുക നമ്മൾ സ്കിന്നുമായിട്ട് ഇതായി പോയി. ഇപ്പോൾ അതിൽ ഒരു ഭയങ്കര ഹാപ്പിയാണ് ഞാനുള്ളത്. പിന്നെ അടുത്തത് ഇപ്പോൾ ഈ ടാറ്റു ചെയ്യുന്നതിനായിട്ട് പ്രത്യേകം നമുക്ക് ടാറ്റു ചെയ്യാനായിട്ട് ലൈസൻസ് വേണം. നോർമൽ നമ്മളിപ്പോൾ ഒരു കട തുടങ്ങുന്നതിന് കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ അവിടെ നിന്നുള്ള ലൈസൻസ് നോർമലാണ്. അതുകൂടാതെ ടാറ്റു ചെയ്യുന്ന ആൾ ക്വാളിഫൈഡ് ആണെന്ന് ഉള്ള രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ലൈസൻസ് വരെ ചോദിച്ചിട്ടുണ്ടോ? അത് വരും സമീപ ഭാവിയിൽ അതിനെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ലൈസൻസ് പരമായിട്ട്? ഇപ്പോൾ നിലവിൽ ടാറ്റു ചെയ്യുന്നതിന് ലൈസൻസിങ് വന്നിട്ടില്ല. ബട്ട് ഇൻ ഫ്യൂച്ചർ ദസ് ചാൻസ് അങ്ങനെയുള്ളൊരു സംഭവം വരാൻ സാധ്യതയുണ്ട്. കാരണം പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ ആൾക്കാർ കുറേ പേര് ടാറ്റു ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ ഡാമേജസ് വരുത്തി അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ ലൈസൻസിങ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് സാധ്യത കൂടുതലുണ്ട്. ഇവിടെ ഇപ്പം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടാറ്റു സ്കൂളിൽ നിന്ന് ആർട്ട് സ്കൂളിൽ നിന്ന് അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് ടാറ്റു ചെയ്യുന്നതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കാരണം ക്വാളിഫൈഡ് അല്ലെങ്കിൽ നമുക്കത് പ്രശ്നമാണ്. കാരണം വെറുതെ ഒരു ടാറ്റു മെഷീൻ ഇപ്പം ആമസോൺ അല്ലെങ്കിൽ ഓൺലൈൻ മേടിച്ച് ടാറ്റു ചെയ്ത് സ്കിൻ ഡാമേജ് ആയി പലരും അങ്ങനെയാണ്, ഫ്രീലാൻസ് വർക്കുകളാണ് എല്ലാവരും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കണമെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ചില ആളുകൾ ഒരു സമയത്ത് പറഞ്ഞിരുന്നു ആമസോണിൽ നിന്ന് ഒരു ഓയിൽ കിട്ടും, ഓയിൽ മേടിച്ചിട്ട് തൂത്ത് കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? അതിൻ്റെ എനിക്ക് തോന്നുന്നു ഇവിടെ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ അതിന് ആവശ്യക്കാരായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടോ, അങ്ങനെ ഒരു സംവിധാനം അത് എത്രത്തോളം നമ്മുടെ നാടുകളിലേക്ക് വരാനുള്ള സംവിധാനമായോ? അതെ, ടാറ്റു ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ടാറ്റു റിമൂവലിനും മെൻറ്റോർസ് വരാനുണ്ട്. കാരണം ഇപ്പം പണ്ട് ചെയ്ത ടാറ്റു അല്ല ഇപ്പോഴത്തെ ടാറ്റു. പണ്ട് നമുക്ക് ചെറിയ ടാറ്റൂസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ട്രെൻഡ് മാറി, അതനുസരിച്ച് ടാറ്റൂസിൻ്റെ ഡിസൈൻസ് മാറി, കോൺസെപ്റ്റ്സ് മാറി. അപ്പോൾ അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ ടാറ്റു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കവറപ്പ് സജസ്റ്റ് ചെയ്യും, കവറപ്പ് ചെയ്ത് ഇപ്പോൾ നിലവിലുള്ള ടാറ്റു കവറപ്പ് ചെയ്ത് വേറൊരു പുതിയ ടാറ്റു ചെയ്യും, അല്ലെങ്കിൽ ലേസർ വെച്ച്. അപ്പോൾ ഞാൻ ഒരു കാര്യം കവറപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിലവിൽ വളരെ കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ടാറ്റുവിന്റെ മുകളിൽ വീണ്ടും ഒരു പുതിയ പിക്ചർ നമുക്ക് വരാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല അത്. കാരണം ചെറിയ കുഞ്ഞു ടാറ്റൂസ് ആണെന്ന് ഇപ്പോൾ ലെറ്റർ ടാറ്റു അല്ലെങ്കിൽ വേറെ ടാറ്റു നമുക്ക് അതിനനുസരിച്ച് ഇണങ്ങിയിട്ടുള്ളൊരു ഡിസൈൻ നമ്മൾ കൊടുത്ത് നമ്മൾ കവർ ചെയ്യും. പിന്നെ എന്നുള്ളത് ഒരു ഓപ്ഷനാണ് ലേസർ എന്നുള്ളത്. ലേസർ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഇപ്പോഴല്ല, നമ്മൾ മുന്നേ ഒരുപാട് വർഷം മുന്നേ ചെയ്ത ടാറ്റു, പിന്നെ ഒരു സ്കിന്ന് ഡാമേജ് ആയ ടാറ്റു ഒരിക്കലും 100% നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതല്ല ലേസറിൽ. നമുക്കറിയാൻ പറ്റിയ സ്കിന്ന് ഡാമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്കിന്ന് നമുക്ക് തൊട്ടാൽ മനസ്സിലാവും നമുക്ക് സ്കിന്ന് പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കിന്ന് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ 100% സ്കിന്ന് ഡാമേജ് ആണ്, മനസ്സിലായി. പിന്നെ ഒരുപാട് ആൾ ചോദിക്കാറുണ്ട് ടാറ്റു ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരാറില്ല ചോദിക്കാറുണ്ട്. കാരണം എനിക്കൊരിക്കലും ബ്ലഡ് വരാം, എനിക്ക് മാത്രമല്ല ഒരു ടാറ്റുവിന് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ടാറ്റു ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരാറില്ല. ബ്ലഡ് വരാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിൻ്റെ അകത്തോട്ടല്ല ടാറ്റു ചെയ്യുന്നുള്ളത്, സ്കിന്നിൻ്റെ മുകളിൽ മാത്രം നമ്മൾ ടാറ്റു ചെയ്യുന്നത്. ഒരിക്കലും ബ്ലഡ് വരില്ല. പിന്നെ എന്നുള്ളത് അത് മാക്സിമം എന്താ പറയുക, നമ്മളത് മാക്സിമം കെയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇപ്പം നിലവിൽ ഒത്തിരി ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടാറ്റു മേഖലയിലേക്ക് അതിൻ്റെ ഒരു ആർട്ടിസ്റ്റായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശവും ഈ മേഖലയിലെ കേരളത്തിലേക്കുള്ള പുതിയ സ്കോപ്പും, പിന്നെ താങ്കളിപ്പോൾ തന്നെ ആസാമിലൊരു വലിയൊരു ഇൻ്റർനാഷണൽ ലെവലിലൊരു മത്സരം കഴിഞ്ഞിട്ട് അതിൽ 2ാം സമ്മാനം നേടിയിട്ട് വന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഇനി ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന പുതിയ ആളുകൾക്കും നിലവിലുള്ള ആളുകൾക്കും കൂടിയിട്ട് താങ്കൾ ഈ മേഖലയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം? കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റുവിൻ്റെ മെയിൻ ക്വാളിറ്റി എന്നുള്ള, ഞാനിപ്പോൾ കൺവെൻഷൻ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലെ കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്ന ടാറ്റു എന്നുള്ള ലോക്കൽ ടാറ്റു, കാരണം കേരളത്തിൽ ഒരുപാട് ടാറ്റു സ്റ്റുഡിയോസ് ഉണ്ട്. കാരണം മുക്കിലും മൂലയിലായിട്ട് ഒരുപാട് സ്റ്റുഡിയോസ് വരുന്നുണ്ട്, പൊങ്ങി വരികയാണ് ഓരോ മാസം കൂടുന്ന സമയത്ത്. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റുവിൻ്റെ ഇൻഡസ്ട്രി നമ്മൾ ക്വാളിറ്റി കുറയുന്ന സമയത്ത് ഡൗൺ ആവുക ചെയ്യുന്നുള്ളത്. അവിടെ ഒരിക്കലും ടാറ്റുവിൻ്റെ ക്വാളിറ്റി കുറയല്ല ചെയ്യുന്നത്. നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ നിങ്ങൾ ടാറ്റു നോക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ടാറ്റു നമ്മൾ കാണാറുണ്ട് ചില ആൾക്കാരെ ടാറ്റു, കാരണം മാക്സിമം ഒന്നുമില്ല, ചില ലെറ്റർ ആയിരിക്കും, ചില സമയത്തായിരിക്കും. പക്ഷെ നമ്മൾ ടാറ്റുവിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നമ്മൾ വലിയ ആൾക്കാരെ വർക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണ് ടാറ്റു എന്നുള്ളത്. കാരണം അത് ഞാൻ കാണാൻ തുടങ്ങിയിട്ടുള്ളത് ഞാൻ ഈ കൺവെൻഷൻ പങ്കെടുത്ത സമയത്ത് അവിടെയുള്ള ആൾക്കാർ വർക്കൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ടാറ്റു ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. പക്ഷെ നമ്മൾ ക്വാളിറ്റി ഞാൻ പഠിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ടെക്നിക്ക് വശങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റുവിലേക്ക് പുതിയ കടന്നു വരാൻ താല്പര്യമുള്ള ആൾക്കാർ അതിൻ്റെ 100% എഡ്യൂക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഇതിൽ കടന്നു വരാം. വെറുതെ ഒരു യൂട്യൂബ് നോക്കി ടാറ്റു പഠിച്ചെങ്കിൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നതല്ല ടാറ്റു എന്നുള്ളത്. കാരണം ഒന്നും പഠിക്കാണ്ട് നമുക്കിത് ചെയ്യുന്നതും ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ച് ചെയ്യുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് 100% ടാറ്റു എഡ്യൂക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സ്കിൻ നമ്മളെ കൈ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ടാറ്റു മെഷീൻ വാങ്ങിച്ച് ടാറ്റു ചെയ്യാൻ പാടില്ല. അതിൻ്റെ എഡ്യൂക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഒരാളെ സ്കിന്നിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ടാറ്റു ചെയ്യാൻ പറയുന്ന സമയത്ത് അവരെ സ്കിന്ന് നമുക്ക് തരിക ചെയ്യുന്നുള്ളൂ. സ്കിന്നും അവരുടെ ടൈമും അവരുടെ മണിയും നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100% നമുക്ക് റിസൾട്ട് കൊടുക്കാൻ വേണ്ടി പറ്റണം. അല്ലാണ്ട് നമ്മൾ ഡാമേജ് ആക്കി അവരെ സ്കിന്നും ഡാമേജ് ആക്കി അവരെ ക്യാഷും വാങ്ങിച്ച് അവരെ സമയം കളഞ്ഞ് നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ലൈഫ് ലോങ് ആയിട്ട് ആ കൊണ്ടുകൊടുക്കുന്ന സാധനം അവർ ഹാപ്പി അല്ല ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ നേടുക. അതിനുശേഷം മാത്രം നമ്മൾ ടാറ്റു ചെയ്യാൻ വേണ്ടി ഇറങ്ങാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ ടാറ്റു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക്. ഇനി ടാറ്റു ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നമ്പറും കാര്യങ്ങളും കിട്ടുന്നതാണ്. നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ്, കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ മെട്രോ സ്റ്റേഷന് ചേർന്നിട്ട് തന്നെയാണ് ഉള്ളത്. ഇൻസ്റ്റൈൽ ടാറ്റു സ്റ്റുഡിയോ എന്ന് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇവരുടെ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൂടാതെ ഇനി ടാറ്റു പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് അതിന് കോഴ്സും സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കും ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വരുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടൊരു, എനിക്ക് തോന്നുന്നു ഇതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടൊരു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുവരത്തേക്കും എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അടുത്ത പ്രാവശ്യം നമുക്ക് ലൈവായിട്ട് നമുക്കൊരു ടാറ്റു ചെയ്യുന്ന വീഡിയോ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹൈജീൻ പാർട്ട് നമ്മൾ കാണിച്ചു കൊടുത്തോണ്ട് പ്രാക്ടിക്കലായിട്ട്. ഇപ്പോൾ ഇതിന്റെ ഹൈജീനിക് പാർട്ട് സൈഡൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾ പറയാൻ വിട്ടുപോയെന്ന് സംശയമുണ്ട്. സ്റ്റെറിലൈസേഷനും അതിന്റെ കാര്യങ്ങളും പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ റോഡ് സൈഡിൽ നിന്ന് ടാറ്റു അടിക്കുന്ന കാര്യം പലപ്പോഴും കണ്ടിട്ടാണ്. ഞാനും കണ്ടിട്ടുണ്ട്. നമ്മുടെ അവിടെയുള്ള ഉദ്യോഗസ്ഥരും പോലീസുകാരും വന്ന് അത് ഓടിച്ചു വിട്ടാലും 2 ദിവസം കഴിയുമ്പോൾ അവിടെ വന്നിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ മലയാളികൾ തന്നെ ഇത്രത്തോളം ഹൈജീനിങ്ങിനെ കുറിച്ച് കൺസേൺ ആയിട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്ന മലയാളികൾ തന്നെ അവിടെ ഇരിക്കുന്നതാണ്. ഒരു പ്രാവശ്യം അവിടെ ഒരാളുടെ കൈ തളർന്നു പോയി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു ഇതിലേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ ഹൈജീനിക് സൈഡൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ആളുകൾ ഇനി ടാറ്റു ചെയ്യുമ്പോഴാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റുഡിയോ തിരഞ്ഞെടുക്കുക, അതേപോലെ നല്ലൊരു ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കുക. ഇതൊക്കെയാണ്. ഇപ്പോൾ എന്തായാലും താങ്ക് യു, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എന്നോടുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും കാലങ്ങളിൽ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ നിങ്ങളുടെ റിപ്ലൈകളാണ്, നിങ്ങളുടെ എൻക്വയറീസാണ് നമുക്ക് കൂടുതൽ ഇതിലേക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടാറ്റു ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മറക്കണ്ട, കൊച്ചി തന്നെ മെച്ചം. ബൈ.